പൊതുവെ നമ്മുടെ ചാനലിൽ ഷിജിന്റെ ബുള്ളറ്റ് റീസ്റ്റോറേഷൻ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ റീസ്റ്റോർ ചെയ്ത കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്തായാലും ഇന്നതേ ആദ്യമായിട്ട് അങ്ങനെ ഒരു യൂസർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സിദ്ധാർത്ഥ് ചെന്നൈയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾ ദ വേ ഫ്രം ചെന്നൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വണ്ടിയും അവിടെ നിന്നാണ് വന്നത് അല്ലേ? ഓക്കെ, പാർസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ പറയൂ എന്താണ് ഓടിച്ചു നോക്കിയ വണ്ടി ഓടിച്ചു? നല്ല സൗണ്ട്, നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യം ഫേസ്ബുക്കിൽ 1-2 വീഡിയോ കണ്ടിട്ട്, ഷിജിന്റെ വീഡിയോ അത് കണ്ടിട്ട് പിന്നെ ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ പിന്നെ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വണ്ടി ഉണ്ട്, 92 മോഡലാണ്, അത് പിന്നെ ഫുള്ളി റെസ്റ്റോറേഷൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞു. ഞാൻ എൻ്റെ ഇഷ്ടം എന്താ, മാക്സിമം ക്രോമാണ് ഇഷ്ടം. മാക്സിമം സൈഡ് ഫിറ്റിംഗ് മുഴുവനും ക്രോമാ വേണ്ടത്, ഇൻക്ലൂഡിംഗ് സ്റ്റാൻഡ്, സൈഡ് സ്റ്റാൻഡ് എല്ലാം ചേർത്താ പറയുന്നത്. അപ്പൊ ഇത് ഈ സാരി കാർഡ് പൊതുവെ റൈറ്റിൽ ഇങ്ങനെ ഫുട് റെസ്റ്റ് ഒക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് പറഞ്ഞു ഫുട് റെസ്റ്റ് ഒക്കെ വേണം, സൈഡ് വേണം. പിന്നെ എല്ലാം ക്രോം ഫിനിഷ് ആവണം പറഞ്ഞു. അപ്പോൾ എല്ലാം ഫോണിൽ പറഞ്ഞു. അപ്പോൾ വണ്ടി അയച്ചു കൊടുത്തു, പാർസൽ അയച്ചു കൊടുത്തു. വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? അല്ല, വണ്ടി നല്ല കണ്ടീഷനാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമല്ല, ബീറ്റ് ഇഷ്ടമല്ല. പിന്നെ എഞ്ചിനിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, ഒരുപാട് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് മെക്കാനിക് കണ്ടിട്ട് ഓയിൽ ലീക്ക് ശരിയായിട്ടില്ല. അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് ഒന്ന് അയച്ചു മാറി ഒന്ന് റെസ്റ്റോറേഷൻ ചെയ്യുമെന്ന് വിചാരിച്ചത്, പെയിന്റിംഗ് എല്ലാം ചെയ്യുമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇപ്പൊ ചെയ്തേക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്, പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, എഞ്ചിൻ വർക്കും എഞ്ചിനും ചെയ്തിട്ടുണ്ട്. ഇത് മാക്സിമം എല്ലാം പുതിയ സാധനം, എല്ലാം വണ്ടിയിൽ കൂട് മാത്രമേ ഉള്ളൂ. എഞ്ചിന്റെ ഫിറ്റിംഗ് എല്ലാം ഉള്ളിലെ ഭാഗം മുഴുവനും പുതിയതാ, ബെൻ പൈപ്പ്, സൈലൻസർ എല്ലാം. അപ്പൊ എനിക്ക് ബീറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ടപ്പ് 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 എന്ന് പറഞ്ഞ ഇന്റർവൽ ബീറ്റ്. അത് ഞാൻ ഫോണിൽ പറഞ്ഞു. ഇത് ഞാൻ കണ്ടിട്ടില്ല ഷിജിന്, ആദ്യമായിട്ടാണ് കാണുന്നത്. ഫോണിൽ പറഞ്ഞു, അയച്ചു കൊടുത്തു. അപ്പോ ഞാൻ എല്ലാം ഫോണിൽ പറഞ്ഞു. വണ്ടി ഇതിന് മുന്നേ എവിടെയെങ്കിലും റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട്? അല്ലല്ല, റെഡിയാക്കിയിട്ടില്ല. 15 കൊല്ലം മുമ്പ് ഞാൻ ചെയ്തേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ റെഡിയാക്കിയിട്ടില്ല. ഞാനത് എഞ്ചിൻ പടി മാത്രമേ എടുത്തിട്ടുള്ളൂ, എല്ലാം ഒറിജിനലാണ്. പിന്നെ ഈ എനിക്ക് ഇഷ്ടമായത് ഇത് ഹാൻഡിൽ ബോറ്, പിന്നെ സൈലൻസർ ബീറ്റ്, മറ്റേ ക്രാഷ് കാർഡ് എനിക്ക് ഭയങ്കര പണ്ടത്തെ ആളാണ് ഞാൻ. അപ്പോൾ അത് വണ്ടിയും അതേപോലത്തെ ഉണ്ടാവും വിചാരിക്കാം. മനസ്സിലായി. അപ്പോൾ അത് നല്ല ഇഷ്ടമായി. ഇപ്പൊ ഓടിച്ചു നോക്കി, വണ്ടി ഓടിച്ചു. ബീറ്റൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ ബീറ്റ് നല്ല ബീറ്റാണ്, ഇന്റർവൽ നല്ല ഹെവി ബീറ്റ് വിത്ത് ഇന്റർവൽ, അതാ വേണ്ടത്. 4th ഗിയറിൽ പോകുമ്പോൾ ആ ശബ്ദം ഇങ്ങനെ വിട്ട് ഇങ്ങനെ മനസ്സിലായി. 1.5 മാസം പറഞ്ഞിരുന്നു കംപ്ലീറ്റ് റെസ്റ്റോറേഷൻ. 4 മാസമായി. 4 മാസം അത് പൊതുവെ ഡിലേ ആവുള്ളൂ. ഒരുപാട് ഇപ്പൊ ഇതൊക്കെ പുറമെ കുറച്ച് ചെയ്യുന്നതല്ലേ, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. പിന്നെ എഞ്ചിൻ വർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ? എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് പൊളിച്ച് ഈ ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടി. ക്രാങ്ക് വെയിറ്റ് കൂട്ടുന്നു പറഞ്ഞു, ഇത്ര വെയിറ്റ് ഉണ്ടായിട്ടില്ല. ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടി. അപ്പൊ എനിക്കൊന്ന് പ്ലേറ്റ് ചെയ്തായിരിക്കാം സമയം എടുത്തത്, കാരണം ഏറ്റവും കൂടുതൽ പ്ലേറ്റിംഗ് പാർട്സ് ആണ്. അതെ, എഞ്ചിനും കംപ്ലീറ്റ് എല്ലാം മാറ്റി, സാധനം ഉള്ളിലൊക്കെ മാറ്റി, ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടി നല്ല ഹെവി ക്രാങ്ക് കിട്ടു. പിന്നെ മറ്റേ എല്ലാം പുതിയതാ വണ്ടിയിൽ, എല്ലാം ഓൾമോസ്റ്റ് മാക്സിമം പഴയ സാധനം ഒന്നുമില്ല. എനിക്കറിയില്ല ഏതാന്ന് പഴയതെന്ന് അറിയില്ല. മനസ്സിലായി. ഇപ്പൊ എല്ലാം പുതിയതാ മാക്സിമം. ഈ സീറ്റ് മാത്രമേ ഞാൻ മുമ്പ് ഉണ്ടായിരുന്നു, സീറ്റും ഈ സീറ്റിലും വർക്ക് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? കവർ ഇട്ടുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതെല്ലാം ഇത് ഒഴിവായി മറ്റെല്ലാം പുതിയ സാധനം. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഫോണില്, എല്ലാം പുതിയ സാധനം വേണം, പഴയതൊന്നും ഇടാൻ പാടില്ല. ഓൾറെഡി പറഞ്ഞു, അങ്ങനെയാണ് ഇട്ടത്. അതെ, ഞാൻ പറഞ്ഞു ഇപ്പൊ കുറച്ചുകൂടി 6 മാസം കഴിഞ്ഞ് മാറ്റിയാൽ മതി പറഞ്ഞാലും വിടണ്ട, എല്ലാം പുതിയത് വേണം. കാരണം ഷിജിൻ എപ്പോഴും ഈ ബജറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, ബഡ്ജറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഷിജിനോട്. എത്രയാണെങ്കിലും ഒരു കുഴപ്പമില്ല. അല്ല, ഞാനതൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ എത്രയാവും ചോദിച്ചിട്ടില്ല. ഞാൻ എത്രയാവും ചോദിച്ചിട്ടില്ല. ഞാനത് ഇഷ്ടംപോലെ ചെയ്യേണ്ട ആഗ്രഹം പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. ഇപ്പൊ ഞാൻ ലോക്കൽ ഉണ്ടെങ്കിലും ഇടയ്ക്കിടെ വന്ന് നോക്കാം. അതല്ല, ഞാൻ ഫോണിൽ ചോദിക്കും എന്താ പണി കഴിഞ്ഞു ചോദിക്കും, അത്രയേ ഉള്ളൂ. ഞാനിതും പാർസൽ ചെയ്യുവാണ്, പാർസൽ ചെയ്തു. ഇവിടെ ഷിജിന് പോയി വാങ്ങി പിക്കപ്പ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വണ്ടി നല്ല സുഖം ഓടിക്കാൻ. ഒരു മുമ്പൊക്കെ കുറച്ച് റഫായിട്ടുണ്ടാവും ഓടിക്കുമ്പോൾ, ഒരു ഭാഗം ചെരിയുന്ന പോലെ ഇതൊക്കെ ഉണ്ടാവും. അതും നല്ല കംഫർട്ടായി. ഏകദേശം അല്ല, പുതിയ വണ്ടിയുടെ ഷോറൂം കണ്ടീഷൻ തന്നെ. അല്ല, നോർമലി ഞാനും ഷിജിൻ ഇപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന വണ്ടി പലതും ഓടിച്ചു നോക്കാറുണ്ട്. അപ്പൊ എനിക്കും ആക്ച്വലി പലപ്പോഴും ഇത് പഴയ വണ്ടിയാണോ എന്നുള്ളൊരു, നോർമലി നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് ഒരു റഫ്നെസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഷിജിൻ പണിഞ്ഞ് കഴിയുമ്പോഴത്തേക്കൊരു നല്ല സ്മൂത്ത് ആണ്. അതില് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നത് ഷിജിന്റെ വേണ്ടി.
എന്തായാലും സാറ്റിസ്ഫൈഡ് ആണല്ലോ. ഭയങ്കര സാറ്റിസ്ഫൈഡ്. നല്ല സോഫ്റ്റ് ഉണ്ട്. ഗിയർ മാറ്റുമ്പം ഈ ഇതൊക്കെ കുറച്ച് മുമ്പൊക്കെ കറകറുണ്ടാവും. ഗിയർ ചിലപ്പം കുടുങ്ങി പോകും. ഗിയർ വീഴില്ല. അത് പിന്നെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഇത് ഓടിച്ചോണ്ട് പോവാണോ ചെന്നൈയിലേക്ക്? അല്ലല്ല, ഞാൻ ആദ്യം ഫാസ്റ്റിലായിരിക്കാൻ വന്നു. ഭയങ്കര ദൂരം 800 കിലോമീറ്റർ ഉണ്ട്. അതെ 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 അതെ. അപ്പൊ ഞാൻ അത്ര ദൂരം ലോങ് റൈഡ് ചെയ്യാൻ താല്പര്യമില്ല. ഇല്ല ഇഷ്ടമല്ല, അധികം പരിചയമില്ല. ബുള്ളറ്റ് ഒരു ഇഷ്ടമാണ്, പിന്നെ ചെറിയ ലോക്കൽ റൈഡ്സ്. ഞാൻ അടുത്ത് ഏകദേശം 100 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴത്തേക്ക് ബുള്ളറ്റ് കാറിൽ പോവാ. ബുള്ളറ്റ് പേഴ്സണൽ യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഞായറാഴ്ചയൊക്കെ പോവാ. മനസ്സിലായി. അത് നല്ല ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാനത് എത്ര ബഡ്ജറ്റ് ഇതുവരെ ചോദിച്ചില്ല ഷിജിനോട്. ഓക്കെ. അല്ല, നമുക്ക് ചോദിക്കാം എന്തായാലും ഷിജിന്റെ അടുത്തൊരു വീഡിയോ. അല്ല, ഞാൻ ഫോണിൽ എത്രയാവുമെന്ന് ചോദിച്ചിട്ടില്ല. വേണമെങ്കിൽ ഷിജിനോട് ചോദിച്ചു നോക്ക്. ഓക്കെ, എന്തായാലും നമുക്കൊരു വീഡിയോ അടുത്തായിട്ട് എടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ബില്ല് കറക്റ്റ് ആയിട്ട് അയക്കും. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് പൊതുവെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് പറയും ഇത്രയായിരുന്നു. ബില്ല് കൃത്യം 41, 55 രൂപ, 10 രൂപ, ഇങ്ങനെയൊക്കെയുള്ള ബില്ലൊക്കെ ഉണ്ടാവും. അതിനിപ്പോ ആദ്യം ഇപ്പോഴാണ് കാണുന്നത് പെർഫെക്റ്റ് ബില്ല്. അത് പറയുന്ന ആവശ്യമില്ല, നമ്മൾ ഇത്രയായി എന്ന് പറഞ്ഞാൽ മതി. അല്ല, ഞാൻ ചോദിച്ചിട്ടില്ല, ഒന്ന് അറിയണം വിചാരിച്ചു, അത്രയുള്ളൂ. സാധാരണ എന്താ മാറ്റി അറിയണം. വേറെ ഏതും കാരണമല്ല ഞാൻ ബില്ല് ചോദിച്ചത്. പിന്നെ ബില്ല് ചോദിക്കാണ്ട് അയച്ചു. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. ആദ്യം ഇപ്പൊ നോക്കുന്നു ബില്ല് അയക്കുന്ന പരിപാടി. ഞാൻ ഒരു റഫായിട്ട് ഇങ്ങനെ പറയും, സ്പെയർ ഇത്രയായി, ഇത്രയും കൃത്യം ബില്ല് എൻ്റെ കയ്യിലുണ്ട്. അതൊരു പ്രത്യേകതയാണ് ഇവിടെ. ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഡ്രോബാക്ക്? ഒന്നുമില്ല. ഡ്രോബാക്ക് ലേറ്റായി, അത്രയും ലേറ്റായി. അതാണ് അത് പൊതുവേ ഷിജിൻ എന്താ പറയാ, ഷിജിൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അടുത്തും. ഇപ്പൊ ഷിജിന്റെ പാർട്ട് ആക്ച്വലി ആദ്യം ഇതൊന്ന് ഊരി കൊടുക്കുക, പിൻ ടു പിൻ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെ ഇത് പെയിന്റിങ്ങിനും പ്ലേറ്റിങ്ങിനും ഒക്കെ പോകുമ്പോഴാണ് ഡിലേ ആവുന്നത്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ല. എല്ലാം പുതിയ സാധനം, എല്ലാം പുതിയതാണ്. ഇതിൽ പഴയതെന്ന് പറഞ്ഞാല് ഇതിന്റെ കൂട് മാത്രമേ ഉള്ളൂ, എഞ്ചിന്റെ കൂട് പഴയത്. ഇതൊക്കെ നല്ല രസമുണ്ട്. അത് ഞാൻ മുമ്പേ ഇല്ലതാ. മനസ്സിലായി. അടിച്ച് ഞാൻ എല്ലാം കാർബേറ്ററൊക്കെ മാറ്റാൻ പറഞ്ഞു. ഇതിലെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു സ്ക്രൂ അത് ഓൾറെഡി ഇല്ലായിരുന്നോ ആ സമയത്ത്? ഉണ്ടാവും, ചിലപ്പോൾ പാഴ്സൽ ഉണ്ടായിട്ടുണ്ടാവും. ഭയങ്കര ഇഷ്ടമായി. അത് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഒരു ചെറിയതായിട്ട് ഒരു ചെറിയ മിസ്സിംഗ് പാർട്ടാണ് കണ്ടത്. ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ്. വണ്ടി എന്തായാലും ലുക്കാണ് കേട്ടോ, അതിൽ വേറൊരു സംശയം. ഹാൻഡിൽ ബാർ ഇഷ്ടമായി, ഇരുന്ന് ഓടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ്. ഉടനെ തന്നെ അടുത്ത ഈ ഒരു വണ്ടിയുടെ ഫുൾ റീസ്റ്റോറേഷൻ വീഡിയോ, എന്തൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്, എന്തൊക്കെയായിരുന്നു പരിപാടികൾ ചെയ്തിട്ടുള്ളതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഷിജിനുമായിട്ട് നിങ്ങൾ കാണുന്നതാണ്. അതിന് മുന്നേ യൂസർ എക്സ്പീരിയൻസ് നമ്മളങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ കുറേ അധികം പറയുന്നതാണ്. അപ്പോൾ ഷിജിൻ അന്നൊക്കെ പറയുന്നൊരു കാര്യം, ഡോക്ടർ വരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്, ആ വീഡിയോ ഉറപ്പായിട്ടും യൂസർ എക്സ്പീരിയൻസ് എടുക്കണം എന്നുള്ളതാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തിരക്കായിരുന്നു, എന്നിട്ട് ഞാൻ വന്നത് ഡോക്ടർ വന്നുകൊണ്ട് മാത്രമാണ്. അതും ഇവിടെ നിന്നൊന്നുമല്ല വന്നിരിക്കുന്നത്, ചെന്നൈയിൽ നിന്നാണ്. സോ വരാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയാണ് വന്നത്. എന്തായാലും ഡോക്ടർ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇത് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു എന്താ പറയുക, ലുക്ക് വൈസ്, പിന്നെ വണ്ടി ഓടിച്ചു നോക്കുന്നത് എനിക്കും അത് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു ഷിജിൻ പണിഞ്ഞ ഒരു ബുള്ളറ്റിന്റെ റീസ്റ്റോറേഷന്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലെ നിങ്ങളുടെ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും, ഇനി അതല്ല ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഷിജിനെ കോൺടാക്ട് ചെയ്യാം. ഷിജിന്റെ വർക്ക്ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കടയ്ക്കാവൂർ, ആറ്റിങ്ങലിനടുത്തുള്ള കടയ്ക്കാവൂരാണ്. ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് ലഭ്യമാകുന്ന ആ ഒരു ലൊക്കേഷൻ, പിന്നെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ. ഓക്കെ, താങ്ക് യു.